അമൃത ഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നയതന്ത്ര തലത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത പങ്കാളിയാണ് ഇന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം UAE ഒരു തന്ത്രപ്രധാന പങ്കാളി മാത്രമല്ല, ഗൾഫ് മേഖലയിലെ ഇന്ത്യയുടെ ഇടപെടലിലെ നിർണായക ഘടകം കൂടിയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമാകുന്ന നയതന്ത്ര നീക്കങ്ങളാണ് ഇരു രാജ്യങ്ങളും നടത്തിയത്. ഇത് കൂടുതൽ വ്യക്തമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 13-14 തീയതികളിൽ നടത്തിയ UAE സന്ദർശനം. ഇന്ത്യ UAE നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത്. എന്നാൽ ഉഭയകക്ഷി ബന്ധത്തിൽ വലിയ മുന്നേറ്റം കൈവരിച്ചത് 2015 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ UAE സന്ദർശനത്തോടെയാണ്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പുതിയ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുകയായിരുന്നു. കൂടാതെ 2017 അബുദാബി കിരീടാവകാശി ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തതോടെ ഉഭയകക്ഷി ബന്ധം സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് വളരാൻ വഴിയൊരുക്കി. പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ബന്ധത്തിന്റെ ഊഷ്മളത വ്യക്തമാക്കുന്നതാണ്. ഈ ഉഭയകക്ഷി ബന്ധത്തിന്റെ തുടർച്ചയാണ് ഈ മാസം 13-14 തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ UAE സന്ദർശനം. ഇന്ത്യയും UAEയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തത്തിൽ വലിയ അഭിവൃദ്ധിയാണ് സമീപകാലത്ത് സാക്ഷ്യം വഹിച്ചത്. $85 ബില്യൺ ഉഭയകക്ഷി വ്യാപാരമാണ് 2022-23 വർഷം രേഖപ്പെടുത്തിയത്. ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളി കൂടിയാണ് UAE. 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ സേവന വ്യാപാരം $15 ബില്യൺ ഉയർത്തുകയാണ് ലക്ഷ്യം. ഊർജ്ജ രംഗമാണ് ഇതിൽ സുപ്രധാനം. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ UAE നിർണായക പങ്ക് വഹിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിനിടെ ഒപ്പിട്ട 10 ധാരണാപത്രങ്ങളിൽ ക്ലീൻ എനർജി അടക്കമുള്ള ഊർജ്ജ വ്യാപാര മേഖലകളിലെ സഹകരണം, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ ശാക്തീകരണം ഉൾപ്പെട്ടത് ഇതിന്റെ ഭാഗമാണ്. ലോകമെമ്പാടുമുള്ള ഊർജ്ജ സുരക്ഷയുടെ പ്രധാന ഉറവിടമാണ് പശ്ചിമേഷ്യ. അതിനാൽ തന്നെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചപ്പോൾ പ്രധാന ആശങ്ക ഊർജ്ജ സുരക്ഷ സംബന്ധിച്ചതായിരുന്നു. കൂടാതെ ചെങ്കടൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണങ്ങളും മറ്റൊരു വെല്ലുവിളിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ ഇരു വിഷയങ്ങളും ഇടം പിടിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മേഖലയിൽ ഏത് പ്രശ്നം ഉടലെടുക്കുമ്പോഴും ആശങ്ക ഉണ്ടാകുക സ്വാഭാവികമാണെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിനയ് കോത്ര വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. This is a region which is an important source of wider energy security all across the world, including for India. There are important stakes involved whenever there is any disturbance takes place. So yes, the discussions they did feature the Israel-Palestine and the situation in the Red Sea did focus in the discussions between the two leaders. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ നേതൃത്വത്തിൽ ദുബൈയിൽ നടക്കുന്ന വാർഷിക ഉച്ചകോടിയാണ് വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റ്. ഭാവി ലോകം, സാങ്കേതിക വിദ്യയിലെ നൂതന ആശയങ്ങൾ എന്നീ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ആഗോള ചർച്ചാവേദിയാണിത്. ലോക വെല്ലുവിളികളെ നേരിടാൻ UAE നടത്തുന്ന പരിശ്രമങ്ങൾക്കുള്ള ഇന്ത്യയുടെ പിന്തുണ കൂടിയായിരുന്നു ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അഭിസംബോധന. 11ാമത് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചതും UAE ഇന്ത്യക്ക് നൽകുന്ന മികച്ച പരിഗണനയുടെ ഉദാഹരണമാണ്. പ്രധാനമന്ത്രി നടത്തിയ അഭിസംബോധന ഭാവി സർക്കാരുകളെ രൂപപ്പെടുത്താനുള്ള ഭാരതീയ വീക്ഷണം വ്യക്തമാക്കുന്നതായിരുന്നു. ഒരു വശത്ത് ലോകം ആധുനികവൽക്കരണത്തിലേക്ക് നീങ്ങുകയാണ്, മറുവശത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ വെല്ലുവിളികൾ ഇപ്പോഴും പ്രബലമാണ്. 21ാം നൂറ്റാണ്ട് ആധുനികവൽക്കരണത്തെ അഭിമുഖീകരിക്കുകയും പുതിയ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. टेररिज्म आए दिन एक नए स्वरूप के साथ मानवता के सामने नई चुनौती लेकर आ रहे हैं. क्लाइमेट से जुड़े चैलेंजेस भी समय के साथ और बड़े होते जा रहे हैं. एक तरफ
डोमेस्टिक कंसर्न्स हैं, तो दूसरी तरफ इंटरनेशनल सिस्टम्स बिखरा हुआ नजर आता है. ഇന്നത്തെ ഓരോ സർക്കാരും പൗരന്മാർക്ക് ഭക്ഷണം, ആരോഗ്യം, വെള്ളം, ഊർജ്ജ സുരക്ഷ എന്നിവ നൽകാൻ ബാധ്യസ്ഥരാണ്. പൗരന്മാർക്ക് വിദ്യാഭ്യാസം പ്രാപ്യമാക്കാനും ലോകത്തെ കൂടുതൽ ഉൾക്കൊള്ളാനും സർക്കാരിന് ബാധ്യതയുണ്ട്. തീവ്രവാദം പുതിയ രൂപത്തിൽ വെല്ലുവിളിയായി തുടരുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം മറ്റു വെല്ലുവിളികളും കാലത്തിനനുസരിച്ച് വർദ്ധിക്കുകയാണ്. ഒരു വശത്ത് ആഭ്യന്തര ആശങ്കകളുണ്ട്, മറ്റൊരു വശത്ത് ആഭ്യന്തര സംവിധാനങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നു. ഈ വെല്ലുവിളികൾക്കിടയിൽ എല്ലാ സർക്കാരുകൾക്കും പങ്കെടുക്കാൻ ലോക ഗവൺമെന്റ് ഉച്ചകോടി പോലുള്ള വേദി വളരെ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ രംഗത്ത് UAE അടക്കം ലോകരാഷ്ട്രങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത വ്യക്തമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ അഭിസംബോധന. പുതിയ കാലത്ത് പൗരന്മാരുടെ ജനക്ഷേമത്തിനായി ഇന്ത്യ നടപ്പിലാക്കി വരുന്ന മാതൃകകളും പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ വിശദീകരിച്ചു. പരിമിത ഗവൺമെന്റ്, പരമാവധി ഭരണനിർവഹണം എന്ന മന്ത്രത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയുടെ പരിവർത്തന പരിഷ്കാരങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ കൂടുതൽ ക്ഷേമത്തിനും ഉൾച്ചേർക്കലിനും സുസ്ഥിരതയ്ക്കുമായി രാജ്യം എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്നതിനെക്കുറിച്ചുള്ള ഇന്ത്യൻ അനുഭവവും പ്രധാനമന്ത്രി സദസ്സിനോട് പങ്കുവച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, സമൂഹത്തിന്റെ താഴേക്കിടയിലെത്തുന്ന സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്നതിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളില്ലാത്ത ഇന്ത്യയിലെ 50 കോടിയിലധികം ജനങ്ങളെ കഴിഞ്ഞ 10 വർഷത്തിനിടെ അക്കൗണ്ട് ഉടമകളാക്കി. ഇതിന്റെ ഫലമായി ഫിൻടെക്, ഡിജിറ്റൽ പേയ്മെന്റ് എന്നിവയിൽ ഇന്ത്യ ബഹുദൂരം മുന്നിലെത്തി. സ്ത്രീകളെ സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും ശാക്തീകരിക്കുകയാണ്. നിയമത്തിലൂടെ പാർലമെന്റിൽ സ്ത്രീകൾക്ക് സംവരണം ഉറപ്പാക്കി. സർക്കാരുകൾ സുതാര്യതയ്ക്ക് മുൻഗണന നൽകുമ്പോൾ അത് ഫലം കാണുമെന്നതിന് ഉദാഹരണമാണ് ഇന്ത്യ. 130 കോടിയിലധികം പൗരന്മാർക്ക് ഡിജിറ്റൽ ഐഡന്റിറ്റി ഉണ്ട്. അവരുടെ ബാങ്കുകൾ, മൊബൈലുകൾ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ എന്ന സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കഴിഞ്ഞ 10 വർഷത്തിനിടെ $400 കോടിയിലധികം ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമാകാൻ കഴിഞ്ഞു എന്നതാണ് G20 അധ്യക്ഷ പദവി കാലയളവിലെ ഇന്ത്യയുടെ മികച്ച നേട്ടങ്ങളിലൊന്ന്. വിവിധ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ നിരന്തരമായി അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവഴി ലോക പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ നേതൃത്വമാണ് വ്യക്തമാക്കുന്നത്. ലോക ഗവൺമെന്റ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി വിഷയം ഉന്നയിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഗ്ലോബൽ സൗത്ത് അഭിമുഖീകരിക്കുന്ന വികസന ആശങ്കകൾ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. അവർക്കായി കൂടുതൽ ശബ്ദം ഉയരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ നേരിടാൻ ഇന്ത്യക്ക് വ്യക്തമായ രൂപരേഖയും നിലപാടുമുണ്ട്. പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിച്ചത് തിരികെ നൽകാൻ ശ്രമിക്കണമെന്ന് ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നു. അതിനാൽ ഇന്ത്യ ലോകത്തിന് ഒരു പുതിയ പാത നിർദ്ദേശിച്ചു. അത് പിന്തുടർന്ന് നമുക്ക് പരിസ്ഥിതിയെ വളരെയധികം സഹായിക്കാനാകുമെന്നും സുസ്ഥിരമായ ഒരു ലോകം സൃഷ്ടിക്കാൻ മിഷൻ ലൈഫിന്റെ ഭാഗമാകണമെന്നും പ്രധാനമന്ത്രി ലോകരാഷ്ട്രങ്ങളോട് ആഹ്വാനം ചെയ്തു. I2U2, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, സാമ്പത്തിക ഇടനാഴി തുടങ്ങിയ വിവിധ പ്രാദേശിക ഗ്രൂപ്പിംഗുകളിലും സംരംഭങ്ങളിലും ഇന്ത്യയും UAEയും സഹകരിച്ച് മുന്നേറുകയാണ്. ലോക ഗവൺമെന്റ് ഉച്ചകോടിയും അതിൽ ഒന്നാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ പങ്കിട്ട താൽപര്യങ്ങളും തന്ത്രപരമായ കൂട്ടായ്മയും വേറിട്ട് ഉറപ്പിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന UAE സന്ദർശനം. ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള വീക്ഷണം മാറ്റിമറിക്കാനായി എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ വിദേശ നയത്തിന്റെ പ്രത്യേകത. ഇന്ത്യ ഖത്തർ ഉഭയകക്ഷി ബന്ധത്തിലെ സമീപകാല സംഭവങ്ങൾ ഇതിന്റെ മികച്ച തെളിവുകളാണ്. ഖത്തറിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന മുൻ നാവികസേനാംഗങ്ങളുടെ മോചനം ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളുടെ വിജയമാണ്. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഖത്തർ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതായിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 8,40,000 ഇന്ത്യൻ പ്രവാസികളാണ് ഖത്തറിലുള്ളത്. ഖത്തറിന്റെ പുരോഗതിക്ക് വലിയ സംഭാവനകളാണ് ഇന്ത്യൻ പ്രവാസികൾ നിർവഹിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ചാലകശക്തികളായി മാറുകയാണ് ഖത്തറിലെ ഇന്ത്യൻ സമൂഹം. ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനായി നൽകിയ പിന്തുണയ്ക്ക് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ
അഹമ്മദ് അൽത്താനിയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചതും ഈ കാരണം കൊണ്ടുതന്നെയാണ്. ഖത്തറിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന മുൻ നാവികസേനാംഗങ്ങളുടെ മോചനം സമീപകാലത്തെ വിജയകരമായ നയതന്ത്ര നീക്കമായാണ് വിലയിരുത്തുന്നത്. ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ മുൻ നാവികസേനാംഗങ്ങളുടെ മോചനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ നന്ദി അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മുൻ നാവികസേനാംഗങ്ങൾ ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ക്വാത്വ പ്രതികരിച്ചത്. Prime Minister thanked His Highness the Amir for his support for the welfare of the Indian community, and in this regard expressed his deep appreciation to His Highness the Amir for the release of 8 Indian nationals of Al Dahra Company. We are extremely gratified to see them back in India. ഖത്തറിൽ നിന്നും ജയിൽ മോചിതരായ 8 ഇന്ത്യക്കാരാണ് ഈ മാസം 12 പുലർച്ചെ 6 മണിയോടെ ഡൽഹി വിമാനത്താവളത്തിലെത്തിയത്. മോചനവുമായി ബന്ധപ്പെട്ട നീക്കങ്ങളുടെ കൂടുതൽ ഔദ്യോഗിക വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ശിക്ഷിക്കപ്പെട്ടവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളും ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചാണ് ഇവർ വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് വന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ മുൻകൈ കൊണ്ടാണ് ഇത് സാധ്യമായതെന്നാണ് വിമാനത്താവളത്തിന് പുറത്ത് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഖത്തറുമായുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധവും അതുവഴി അദ്ദേഹം നടത്തിയ ഇടപെടലുകളുമാണ് മോചനം സാധ്യമാക്കിയത്. ഇന്ത്യ സർക്കാരിന്റെ നിരന്തരമായ ഇടപെടലിന് ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദി അറിയിക്കുന്നതായും ഖത്തറിൽ നിന്ന് മോചിതരായി ഇന്ത്യയിലെത്തിയ മുൻ സൈനികർ പറഞ്ഞു. Without the intervention of Prime Minister Modi, it wouldn't be. आज हम आपके सामने खड़े नहीं हो रहे होते अगर इंटरवेंशन नहीं होता at that level, highest level. And especially Government of India, उनके अथक प्रयास से कि वो consistently लगे रहे and we are there in front of him. Thank you. We have waited almost 18 months to be back in India. We are extremely grateful to the Honorable Prime Minister, Sri Narendra Modi ji. It certainly wouldn't have been possible without his personal intervention and that equation with the Emir of Qatar. I think we are grateful to the Government of India, at the bottom of our heart, for the every effort that has been made. And this day wouldn't have been possible without it. Grateful indeed. Thank you so much. സ്വകാര്യ കമ്പനിയായ അൽ ദഹ്റയിൽ ജോലി ചെയ്യവേ 2022 ഓഗസ്റ്റിലാണ് ഇവർ അറസ്റ്റിലായത്. 2023 മാർച്ചിൽ നടന്ന വിചാരണയ്ക്ക് ശേഷം ഒക്ടോബർ 26-നായിരുന്നു ഇവർക്ക് വധശിക്ഷ വിധിച്ചത്. നയതന്ത്ര ഇടപെടലുകൾ വഴി ഡിസംബറിൽ വധശിക്ഷ ഇളവ് ചെയ്തിരുന്നു. മികച്ച നയതന്ത്രത്തിന്റെയും ഇന്ത്യ ഖത്തർ ഊഷ്മള ബന്ധത്തിന്റെയും മികച്ച ഉദാഹരണമായാണ് സംഭവം വിലയിരുത്തുന്നത്. കൂടാതെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യ ഖത്തർ ബന്ധം തന്ത്രപരമായ തലത്തിലേക്ക് ഉയർത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി സഹകരണത്തിന്റെ മേഖലകൾ വിപുലീകരിക്കുക എന്നതിനപ്പുറം വിവിധ പ്രാദേശിക പ്രശ്നങ്ങളിൽ സഹകരണത്തിനുള്ള അടിത്തറയും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ സാധ്യമായി. ഇന്ത്യയുടെ ആഗോള LNG ഇറക്കുമതിയുടെ 48% ഖത്തറിൽ നിന്നാണ്. 29% LPG ഖത്തറിൽ നിന്നാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ട് ഊർജ്ജരംഗത്ത് ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളിയാണ് ഖത്തർ. ഊർജ്ജരംഗത്തെ സഹകരണം പുതിയ മേഖലകളിലേക്ക് വ്യാപിക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ചർച്ചയായി. ഹരിതവും പുനരുപയോഗിക്കുന്നതുമായ ഊർജ്ജം, ക്ലീൻ എനർജി വിതരണ ശൃംഖലകൾ, ഊർജ്ജ മേഖലയിൽ സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ ഉൾപ്പെടുത്തൽ എന്നിവയിലേക്ക് ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഫിൻടെക്കിനുമപ്പുറം സ്മാർട്ട് സിറ്റികൾ, നൂതനാശയങ്ങളുടെ ആവാസ വ്യവസ്ഥ, നൈപുണ്യ വികസനം എന്നിവയെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു സാങ്കേതിക രംഗവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച. ബഹിരാകാശം, വിദ്യാഭ്യാസം, ഊർജ്ജം, ഓട്ടോമോട്ടീവ്, വൈദ്യുത വാഹനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സാങ്കേതിക വിദ്യ സംയോജിപ്പിക്കുന്നത് ഇതിൽ ഉൾപ്പെട്ടു. ഇരു സമ്പദ് വ്യവസ്ഥകളുടെയും ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണികൾ പര്യവേക്ഷണം ചെയ്യുന്നതായിരുന്നു വ്യാപാര രംഗത്തെ ചർച്ച. സന്ദർശന വേളയിൽ പ്രത്യേക കരാറുകളിൽ ഒപ്പുവച്ചില്ലെങ്കിലും ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള കൂടുതൽ വിപുലവും അഗാധവുമായ പങ്കാളിത്തത്തിന് ചർച്ചകൾ വേദിയൊരുക്കി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയെ ഇന്ത്യ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചതും ഇതിന്റെ തുടർച്ചയാണ്. UPI സംവിധാനത്തിന്റെ ആഗോള വ്യാപനം ലക്ഷ്യമിട്ട് സജീവമായ ഇടപെടലുകളുമായി ഇന്ത്യ. സിംഗപ്പൂരിനും ഫ്രാൻസിനും പിന്നാലെ ശ്രീലങ്കയിലും മൗറീഷ്യസിലും UPI സേവനം നിലവിൽ വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൗറീഷ്യസ് പ്രധാനമന്ത്രിയും ശ്രീലങ്കൻ പ്രസിഡന്റും സംയുക്തമായാണ് UPI സേവനങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. ഡിജിറ്റൽ പേയ്മെന്റുകളുടെ ആഗോള സ്വീകാര്യത ലക്ഷ്യമിടുന്ന ഒരു മഹത്തായ ചുവടുവയ്പ്പാണിത്. സാമ്പത്തിക സാങ്കേതിക വിദ്യയിൽ നൂതന ആശയ വികസനം, പൊതു ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നീ മേഖലകളിലെ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ നേതൃത്വം നൽകുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇൻസ്റ്റന്റ് പേയ്മെന്റ് സംവിധാനമായ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI അതിർത്തികൾ ഭേദിച്ചുള്ള മുന്നേറ്റം തുടരുകയാണ്. ഫ്രാൻസ്, UAE, മൗറീഷ്യസ്, ശ്രീലങ്ക, സിംഗപ്പൂർ, ഭൂട്ടാൻ, നേപ്പാൾ ഉൾപ്പെടെ 7 ഇടങ്ങളിൽ ഇപ്പോൾ UPI സേവനം ലഭ്യമാണ്.
നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 2016-ലാണ് UPI ആദ്യമായി അവതരിപ്പിച്ചത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇന്ത്യയിൽ വൻ ജനപ്രീതി ആർജിച്ച UPI സംവിധാനം ഇന്ന് ആഗോളതലത്തിൽ ഉപയോക്താക്കളുടെയും ഇടപാടുകളുടെയും എണ്ണത്തിൽ 1ാം സ്ഥാനത്തേക്കും ഉയർന്നു കഴിഞ്ഞു. 2023 ഡിസംബർ വരെ UPI വഴി 1200 കോടിയിലധികം ഇടപാടുകൾ നടന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. 18.23 ലക്ഷം കോടി രൂപ മൂല്യമുള്ളതായിരുന്നു ഈ ഇടപാടുകൾ. കഴിഞ്ഞ വർഷം G20 മീറ്റിംഗുകളിൽ രാജ്യത്തിന്റെ UPI സംവിധാനം ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഇന്ത്യക്കായി. ഇത് G20 പ്രതിനിധികൾക്ക് ഫോണിലൂടെ തത്സമയ ഇടപാടുകൾ നേരിട്ട് മനസ്സിലാക്കാൻ അവസരമൊരുക്കി. ഭീം ആപ്പ് വഴി UPI ഇടപാടുകൾ സാധ്യമാക്കിയ ആദ്യ വിദേശ രാജ്യം ഭൂട്ടാനായിരുന്നു. 2021 ജൂലൈ 13-ന് UPI സേവനം ഭൂട്ടാനിൽ ആരംഭിച്ചു. ഫെബ്രുവരി 2 മുതൽ പാരീസിലെ ഈഫൽ ടവറിൽ UPI സേവനം ലഭ്യമാക്കിയതോടെ ഫ്രാൻസ് ഇന്ത്യൻ പേയ്മെന്റ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമായി. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ശ്രീലങ്കയിലും മൗറീഷ്യസിലും UPI സേവനങ്ങൾക്ക് തുടക്കമായത്. ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ശക്തമായ രാജ്യാന്തര ബന്ധങ്ങൾ വളർത്തുന്നതിനും രാജ്യം നൽകുന്ന പ്രാധാന്യത്തെയാണ് ഇത് ഉയർത്തിക്കാട്ടുന്നത്. ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഇപ്പോൾ ഒരു പുതിയ ഉത്തരവാദിത്തം നിർവഹിക്കുന്നു. യുണൈറ്റിംഗ് പാർട്ട്നേഴ്സ് വിത്ത് ഇന്ത്യ, അതായത് ഇന്ത്യയുമായി പങ്കാളികളെ ഐക്യപ്പെടുത്തുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണിവ. UPI-യുമായി ബന്ധിപ്പിക്കുന്നത് ശ്രീലങ്കയ്ക്കും മൗറീഷ്യസിനും ഡിജിറ്റൽ പരിവർത്തനത്തിന് ഉത്തേജനം പകരും. ഇന്ത്യ അതിന്റെ വികസനത്തെ അയൽ രാജ്യങ്ങളിൽ നിന്നും വേറിട്ട് കാണുന്നില്ല. ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി ചരിത്രപരമായ ബന്ധങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഗ്ലോബൽ സൗത്ത് സഹകരണത്തിന്റെ വിജയത്തെ കൂടിയാണ് UPI-യുടെ ആഗോള ചുവടുവയ്പ് അടയാളപ്പെടുത്തുന്നതെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. अपने ऐतिहासिक संबंधों को आज हम आधुनिक डिजिटल रूप से जोड़ रहे हैं. ये हमारे लोगों के विकास के लिए हमारे कमिटमेंट का प्रमाण है. फिनटेक कनेक्टिविटी के माध्यम से केवल क्रॉस बॉर्डर ट्रांजैक्शंस की ही नहीं, क्रॉस बॉर्डर कनेक्शन को भी बल मिलेगा. भारत का यूनिफाइड पेमेंट्स इंटरफेस यानी UPI आज नया दायित्व निभा रहा है, यूनाइटिंग पार्टनर्स विद इंडिया. വിവിധ നിയന്ത്രണങ്ങളും വൈവിധ്യമാർന്ന സാമ്പത്തിക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും വ്യാപിപ്പിക്കാനും കഴിയുന്ന നമ്മുടെ ഫിൻടെക് സംവിധാനങ്ങളുടെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പങ്കാളികളായ രാജ്യങ്ങളുമായി നമ്മുടെ വികസന അനുഭവങ്ങളും നൂതന ആശയങ്ങളും പങ്കുവെക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ശക്തമായ ഊന്നൽ നൽകുന്നു. UPI-യിലൂടെ വേഗമേറിയതും തടസ്സമില്ലാത്തതുമായ പണമിടപാടുകൾ നടത്താനാവുന്നതിലൂടെ രാജ്യങ്ങൾ തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി വർദ്ധിക്കുമെന്നും വലിയൊരു വിഭാഗം ആളുകൾക്ക് പ്രയോജനം ചെയ്യും. ഈ രാജ്യങ്ങളും സന്ദർശിക്കുന്ന ഇന്ത്യക്കാർക്കും ഇന്ത്യ സന്ദർശിക്കുന്ന ഈ രാജ്യക്കാർക്കും UPI ഇടപാടുകൾ നടത്താനാവുമെന്നത് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാവും. മൗറീഷ്യസിലെ റുപേ കാർഡ് സേവനങ്ങൾക്കും പരിപാടിയിൽ തുടക്കമായി. ഏഷ്യയിൽ UAE, നേപ്പാൾ, ഭൂട്ടാൻ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം മൗറീഷ്യസിലൂടെ ആഫ്രിക്കയിലും റുപേ കാർഡ് എത്തി. UPI റുപേ കാർഡ് സംവിധാനങ്ങളുടെ വ്യാപനം വിദേശത്തുള്ള ഇന്ത്യക്കാർക്ക് ഇടപാടുകൾ സുഗമമാക്കുക മാത്രമല്ല, ആഗോളതലത്തിൽ ഡിജിറ്റൽ പേയ്മെന്റ് പരിഹാരങ്ങളുടെ ഒരു പുതിയ യുഗത്തിനും തുടക്കം കുറിക്കുകയാണ്. ശാക്തീകരണവും സമൃദ്ധിയും വികസനവും ലക്ഷ്യമിടുന്ന അമൃത് യാത്രയുടെ സന്ദേശവുമായി ഒരു റോസ്ഗർ മേള കൂടി. 2022 ഒക്ടോബർ മുതൽ 12 ഘട്ടങ്ങളിലായി സംഘടിപ്പിച്ച റോസ്ഗർ മേളകളിൽ 8 ലക്ഷത്തിലധികം പേർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമന കത്തുകൾ കൈമാറിയത്. ഈ ആഴ്ച നടന്ന മേളയിൽ 1 ലക്ഷത്തിലധികം നിയമന കത്തുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ന്യൂഡൽഹിയിൽ നിർമ്മിക്കുന്ന കർമ്മയോഗി ഭവനിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. യുവജനങ്ങളെ സർക്കാരുമായി ബന്ധിപ്പിക്കാനും അവരെ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും റോസ്ഗർ മേളകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയുടെ പൂർത്തീകരണത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് ഓരോ റോസ്ഗാർ മേളയും. സർക്കാർ ജോലികളിൽ എല്ലാവർക്കും തുല്യ അവസരമുണ്ടെന്നും കഠിനാധ്വാനത്തിലൂടെ സർക്കാർ സംവിധാനത്തിൽ ഉയർന്ന പദവിയിലെത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം യുവാക്കൾക്ക് പകർന്നു നൽകാൻ റോസ്ഗാർ മേളകൾക്കായി. നിശ്ചിത സമയത്തിനുള്ളിൽ നിയമനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ട നിരവധി നടപടികൾ സ്വീകരിച്ച കേന്ദ്ര സർക്കാർ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകളിലൂടെയും ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി തല തസ്തികകളിലേക്കുള്ള നിയമന പ്രക്രിയയിൽ അഭിമുഖങ്ങൾ നിർത്തലാക്കലിലൂടെയും മുഴുവൻ നടപടികളിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവന്നു. 2022 ഒക്ടോബർ 22-നാണ് ആദ്യ റോസ്ഗാർ മേള സംഘടിപ്പിച്ചത്. അന്ന്
സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി 75,000-ഓളം നിയമന കത്തുകൾ വിതരണം ചെയ്തു. 1.5 വർഷ കാലയളവിൽ 12 ഘട്ടങ്ങളിലായി സംഘടിപ്പിച്ച റോസ്ഗാർ മേളയിൽ 8 ലക്ഷത്തിലധികം പേർക്കാണ് പ്രധാനമന്ത്രി നിയമന ഉത്തരവ് കൈമാറിയത്. സർക്കാർ ജോലി നൽകാനുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്തിപ്പോൾ അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് റോസ്ഗാർ മേളയുടെ 12ാം ഘട്ടത്തെ വീഡിയോ കോൺഫറൻസ് വഴി അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മുൻ സർക്കാരുകളെക്കാൾ 1.5 മടങ്ങ് കൂടുതൽ തൊഴിലുകൾ യുവാക്കൾക്ക് നൽകാനായതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സർക്കാർ പദ്ധതികൾ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും ശ്രദ്ധ ചെലുത്തുന്നു. 1 കോടി പുരപ്പുര സൗരോർജ്ജ പദ്ധതിയും അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഉയർന്ന നിക്ഷേപവും പോലുള്ള സർക്കാർ നടപടികൾ ധാരാളം തൊഴിലവസരങ്ങളാണ് രാജ്യത്ത് സൃഷ്ടിക്കുന്നത്. उसकी वजह से रोजगार, स्वरोजगार ऐसे अनेक नए मौके बन रहे हैं. आपने देखा है कि इस बजट में 1 करोड़ परिवारों के लिए रूफटॉप सोलर पावर स्कीम की घोषणा की गई है. अब छत पर सोलर पैनल लगाने वालों को डबल फायदा होगा. उनका बिजली बिल 0 होगा और जो अतिरिक्त बिजली वो पैदा करेंगे उससे आय भी होगी. रूफटॉप सोलर की इतनी बड़ी योजना से देश में रोजगार के भी लाखों नए अवसर बनेंगे. कोई सोलर पैनल का काम करेगा, कोई बैटरी से जुड़े बिजनेस में आएगा, कोई वायरिंग का काम संभालेगा. ये एक योजना अनेकों स्तर पर रोजगार के मौके बनाएगी. പൊതുമേഖലയിൽ തൊഴിലവസരങ്ങൾ നൽകാനുള്ള ശ്രമങ്ങൾ തുടരുമ്പോഴും സ്വകാര്യ മേഖലയിൽ തൊഴിലവസരങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിലും സർക്കാർ ശ്രമങ്ങൾ സജീവമാണ്. ദേശീയപാത ശൃംഖലയുടെയും വ്യാവസായിക ഇടനാഴികളുടെയും വിപുലീകരണം നിരവധി തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. ഇതിനു പുറമെ ആത്മനിർഭർ ഭാരത് ക്യാമ്പയിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഗണ്യമായ സംഭാവന നൽകുന്നു. സ്റ്റാർട്ടപ്പുകളുടെ 3ാമത്തെ വലിയ ഇക്കോസിസ്റ്റമായ ഇന്ത്യ ഇന്ന് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഈ മേഖലയിൽ സൃഷ്ടിക്കുന്നത്. ന്യൂഡൽഹിയിൽ കർമ്മയോഗി ഭവൻ 1ാം ഘട്ടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങും റോസ്ഗാർ മേളയുടെ ഭാഗമായി നടന്നു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ നൈപുണ്യ വികസനവും കാര്യക്ഷമത വർദ്ധിപ്പിക്കലും ലക്ഷ്യമിടുന്ന പ്രധാനമന്ത്രി മിഷൻ കർമ്മയോഗി സംരംഭത്തിന് കർമ്മയോഗി ഭവൻ പിന്തുണ നൽകും. വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള 5 ലക്ഷത്തിലധികം കർമ്മയോഗികൾ കപ്പാസിറ്റി ബിൽഡിംഗ് പോർട്ടലിൽ ഇതിനകം എൻറോൾ ചെയ്തിട്ടുണ്ട്. പുതുതായി നിയമിതരായ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങളും കണക്കിലെടുത്ത് കർമ്മയോഗി പ്രാരംഭ് എന്ന ഓൺലൈൻ മൊഡ്യൂളും കർമ്മയോഗി പോർട്ടലിൽ ലഭ്യമാണ്. ഈ സുപ്രധാന ചുവടുവയ്പ് സർക്കാർ സംവിധാനത്തിൽ തൊഴിൽ മികവിന്റെയും നവീകരണത്തിന്റെയും സംസ്കാരം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിടുന്നു. രാജ്യത്തുടനീളം 47 കേന്ദ്രങ്ങളിലായി നടന്ന റോസ്ഗാർ മേളയിൽ 1 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചത്. തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിൽ സംഘടിപ്പിച്ച റോസ്ഗാർ മേള കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരളത്തിൽ നിന്നും 105 ഉദ്യോഗാർത്ഥികൾ നിയമന ഉത്തരവ് സ്വീകരിച്ചു. CRPF, EPFO, പ്രതിരോധ അക്കൗണ്ട് വകുപ്പ്, ദക്ഷിണ റെയിൽവേ, തപാൽ വകുപ്പ്, SBI, GST വകുപ്പ് എന്നിവിടങ്ങളിലേക്കാണ് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിച്ചത്. രാജ്യം വികസിത രാഷ്ട്രമാക്കുന്നതിനായി ത്വരിതഗതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ധ്വജവാഹകരാകാൻ പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് കഴിയണമെന്ന് വി മുരളീധരൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഭാഗമാകുമ്പോൾ നിങ്ങളെല്ലാവരും രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പുരോഗതിയുടെ ആ പുരോഗതിക്ക് നേതൃത്വം നൽകാൻ ചുമതലപ്പെട്ടവരായിട്ട് മാറുകയാണ്. ഇന്ന് രാജ്യം $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള യാത്രയിലാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 100 വർഷം തികയുന്ന 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്നും രാജ്യത്തിന്റെ ഈ യാത്രയുടെ ഭാഗമാകാനുള്ള അവസരമാണ് പുതുതായി നിയമിതരായവർക്ക് ലഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. റോസ്ഗാർ മേളകൾക്ക് ഇതിനകം യുവജനങ്ങൾക്കിടയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാനായി. ഭാവിയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ റോസ്ഗാർ മേള ഒരു ഉത്തേജകമായി പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷ. അമൃതഭാരതത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.